ഒരു പന്ത് കളി നടക്കുന്ന സമയത്ത് ഓരോ ആളുകളും ഇങ്ങനെ ആ പന്തിനെ തട്ടിക്കൊണ്ടിരിക്കുക. 14 ആളുകൾക്കും തട്ടാനൊരു പന്തേ ഉള്ളൂ. ആരുടെയോ തട്ടുകൊണ്ട് പന്ത് ഒരുപാട് ദൂരെ പോയിട്ട് വീണ് അതൊരു കുട്ടി ഓടിച്ചെന്ന് എടുത്തു. എന്നിട്ട് കുട്ടി പന്തിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ എല്ലാവരും നിന്നെ ഇങ്ങനെ തട്ടുന്നത്? എല്ലാവരും നിന്നെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്തിനാ ഇങ്ങനെ തട്ടുകൊള്ളുന്നത് ചോദിച്ചു. പന്ത് കുട്ടിയോട് പറയാ, അതെന്താണെന്നറിയോടാ, എന്നെ എല്ലാവരും ഇങ്ങനെ തട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ശൂന്യമാണ്. എൻ്റെ ഉള്ളിലെങ്ങാനും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് ഇരുമ്പിൻ്റെ കഷ്ണങ്ങളായിരുന്നെങ്കിൽ ആർക്കും എന്നെ തട്ടി കളിക്കാൻ കഴിയില്ല. കനം, ആ കനമാണ് ഒരാൾ ആർജിക്കുന്ന ഒരു കരുത്ത് എന്ന് പറയുന്നത്. ആർജിക്കുന്ന കരുത്ത് അതാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു ധൈര്യം ഇങ്ങനെ കൊടുക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കണം. ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വായിച്ചിട്ടേ പെൺകുട്ടികൾ വല്ലാതെ ഒരു അരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട്. ആൺകുട്ടികളും കേട്ടോ, ഇങ്ങനെ ഈ വാർത്ത ഒരാളെ വിശ്വസിക്കാൻ പറ്റാതായി. അപ്പോൾ ഈ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു അരക്ഷിതത്വം ഉണ്ട്. കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ, ഒരു വെള്ളത്തിൻ്റെ തുള്ളി, അതിൻ്റെ അരികിലൊരു വജ്രത്തിൻ്റെ തുള്ളി, വജ്രവും വെള്ളവും ദൂരെ നിന്ന് കണ്ടാൽ ഒരുപോലെ ഇരിക്കും. ഒരു പക്ഷി വന്നിട്ട് ഈ വെള്ളത്തിൻ്റെ തുള്ളിയിൽ കൊത്തിയാൽ അത് അലിഞ്ഞു പോകും. ഈ വജ്രത്തിൻ്റെ തുള്ളി എങ്ങാനും കൊത്തി തിന്നാൽ ആ പക്ഷി അലിഞ്ഞു പോകും അല്ലേ? നമ്മുടെ കുട്ടികളോട് പറയണം, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളോട് പറയണം, ആരെങ്കിലും വന്ന് കൊത്തുമ്പോഴേക്ക് അലിഞ്ഞു പോകുന്ന വെള്ളമാകരുത്, അവനെ അലിയിച്ചു കളയുന്ന വജ്രമാകണം എന്ന് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും, ചോദിക്കുമ്പോഴേക്കും, എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും തകർന്നു പോകരുത്. തിരിഞ്ഞു നിന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. പിന്നെ ഒരാളോടും അവൻ ആ ചോദ്യങ്ങൾ ആവർത്തിക്കരുത്. അത്ര കനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. അതാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട കരുത്ത്. അവരെവിടെയും തോറ്റുപോകില്ല. ധൈര്യം കൊടുക്കണം. അവർ ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും എപ്പോഴും ആലോചിക്കുമ്പോഴും ആ ധൈര്യം തന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അവർ അഭിമാനം കൊള്ളണം. നമ്മളിങ്ങനെ സംരക്ഷിച്ചു നിർത്തണം നമ്മുടെ കുട്ടികളെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പെൺകുട്ടികൾ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ ആങ്ങളമാരെ, നിങ്ങളുടെ വീട്ടിലെ ആൺകുട്ടികൾ അനുഭവിച്ച അത്ര സുരക്ഷിതത്വം അല്ലെങ്കിൽ അവകാശങ്ങൾ, നീതി പലപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ആളുകളൊന്ന് കൈപ്പൊക്കുമോ? പല കാര്യങ്ങളും വേണ്ടാന്ന് പറഞ്ഞു നിങ്ങളോട്, പെണ്ണായതുകൊണ്ട് വേണ്ട, അതിനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തടഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടായത്, അങ്ങനെ തടഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള ആളുകളൊന്ന് കൈപ്പൊക്കുമോ? ആത്മാർത്ഥമായിട്ട് ചെയ്യണേ. ആത്മാർത്ഥമായിട്ടാണെങ്കിലും മിക്ക ആളുകളും കൈപ്പൊക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ നിങ്ങൾ ആലോചിച്ചോളൂ, എന്താണെന്നറിയാം, ഇന്ത്യയിൽ ഇന്ന് 5 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും അന്ന് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളോട് വേണ്ടാന്ന് പറഞ്ഞതിൽ നിങ്ങൾ മനസ്സ് നിറഞ്ഞ് നന്ദി പറഞ്ഞോളൂ. പക്ഷേ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം, ആൺകുട്ടിക്കുള്ളത് പോലെ തന്നെ സ്വപ്നങ്ങൾ പെൺകുട്ടിക്കുണ്ട്. അത് തടയാൻ ഒരാൾക്കും പടച്ചോൻ അവകാശം കൊടുത്തിട്ടില്ല. എത്രയോ പെൺകുട്ടികളെ നമുക്കറിയില്ലേ, കല്യാണം കഴിഞ്ഞതോടുകൂടിയൊക്കെ എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പായി. ഒരുപക്ഷെ ആ കല്യാണം കഴിച്ച ആളെക്കാളും വലിയ സാധ്യത ഉണ്ടാവും ഈ പെൺകുട്ടിക്ക്. എന്താ പ്രശ്നം? മൂപ്പർക്ക് ഇഷ്ടമല്ല, മൂപ്പര ഉമ്മാക്ക് ഇഷ്ടമല്ല, മൂപ്പര വാപ്പക്ക് ഇഷ്ടമല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് തകർന്നു പോയ എത്രയെത്ര സ്വപ്നങ്ങൾ ഉണ്ടെന്നറിയോ? ആരാണ് അവർക്കൊക്കെ അതിന് അധികാരം കൊടുത്തത്? ആരും കൊടുത്തില്ല. ഒരു പെണ്ണാകട്ടെ ആണാകട്ടെ പടച്ചവന്റെ മാത്രം അടിമയാണ്, വേറെ ഒരാളുടെയും അടിമയല്ല. ഒരു സ്വപ്നവും തകരാൻ പാടില്ല, ഒരാളുടെയും ചിറകരിയാൻ പാടില്ല, ഒരാളുടെയും ആകാശത്തെ മായ്ക്കാനും പാടില്ല. ഒരു പക്ഷി അല്ലാതാകുന്നത് അതിന് ചിറകില്ലാതാകുമ്പോഴല്ല, അതിന് ആകാശമില്ലാതാകുമ്പോഴാണ്. നമ്മളെപ്പോഴും ആലോചിക്കണത്. ഒരു പക്ഷി അല്ലാതാകുന്നത് എപ്പോഴാണെന്നറിയാം? അത് ചിറകില്ലാതാകുമ്പോഴല്ല, ഉള്ള ചിറക് വെച്ചത് പറക്കും. പക്ഷെ അത് പക്ഷി അല്ലാതാകുന്നത് അതിന് ആകാശമില്ലാതാകുമ്പോഴാണ്. കിനാവുകളുടെ ഒരാകാശമുണ്ട്. വലിയ വീടും വലിയ മൊബൈൽ ഫോണും വലിയ കാറും മാത്രം ഉണ്ടായാൽ പോരാ മനുഷ്യർക്ക്. സ്വപ്നങ്ങൾ വേണം.
ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള വലിയ കിനാവുകൾ വേണം. ആണിനും പെണ്ണിനും വേണം. അത് പരസ്പരം നമ്മൾ സമ്മാനിക്കേണ്ട, വളരാനും ഉയരാനും എത്രമേൽ അകന്ന് പറക്കാനും എത്ര ഉയരാനുമുള്ള ആകാശങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇതാണ് കൂടെയുള്ള നമ്മുടെ ഉത്തരവാദിത്വം. അത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ ഉണ്ട്. അവരുടെ ഉള്ളിലെ സാധ്യതകൾക്ക് നമ്മുടെ ഒരു സഹായം കൂടെ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം, മനക്കരുത്ത് കൊടുക്കണം. അവസാനിപ്പിക്കാം അല്ലേ? താങ്ക് യു. ഇവിടെ എന്നെ വിളിച്ചതിനും ഇത്ര മനോഹരമായൊരു സദസ്സിൽ ഇത്ര നേരം ഇങ്ങനെ സംസാരിക്കാനും പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകർ, MSSൻ്റെ യൂത്ത് വിങ്ങിൻ്റെ നേതാക്കൾ, അവർക്കെല്ലാം നന്ദി പറയുന്നു. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ടൊരു സെഷൻ കൂടിയുണ്ട്, അതിലും നിങ്ങൾ ഇരിക്കണം, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കേൾക്കണം. എന്നിട്ട് ജീവിതം മനോഹരമാകട്ടെ. താങ്ക് യു. ഞാനൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ബയോളജിയൊക്കെ പഠിക്കുന്നുണ്ട്, എവല്യൂഷൻ തിയറിയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കാലം മുമ്പ് എനിക്കൊരു ഡൗട്ടുണ്ട്, ദൈവമുണ്ടോ? 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 ഈ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ, നമ്മളീ കാണുന്നതൊക്കെ സത്യമാണെങ്കിൽ, ഈ ബോക്സ് ഒരു സത്യമാണെങ്കിൽ, ഈ ബോക്സ് ഉണ്ടാക്കിയ ഒരാളും സത്യമാണ്. നമ്മളീ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു മഹാശക്തിയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്രയേ ഉള്ളൂ. അത് എൻ്റെ ബോധ്യമാണ്. മദ്രസയിലെ ഉസ്താദ് പറഞ്ഞു തന്നതുകൊണ്ടല്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ടാണ്. ആ ഉറപ്പ്, ആ ബോധ്യം, ആ അനുഭവം എൻ്റെ പ്രിയപ്പെട്ട അനിയനും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പറഞ്ഞു. സാർ നേരത്തെ പറഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവാണ് പോവാണ്. ഈ ആത്മാവ് എടുക്കാണ് പോണേ? ആത്മാവ് വന്നത് എവിടെ നിന്നാണോ അങ്ങോട്ടാണ് പോണത്. ചോദിച്ചത് ഉദ്ദേശിച്ചത്, അതായത് ഈ ജീവിതത്തിൽ മനുഷ്യൻ ചെയ്ത ഓരോ തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകൾക്കുള്ള ശിക്ഷ കിട്ടും. ആ ശിക്ഷ കിട്ടുമ്പോൾ ഈ ആത്മാവിന് വേദന ഉണ്ടാവും. സാർ അതിൽ പറഞ്ഞല്ലോ, വേദനയ്ക്കില്ലാന്ന്, അടിച്ചാലും വേദനയ്ക്കില്ലാന്ന്. ആത്മാവിന് വേദന തുടങ്ങുന്നത് മരണത്തിന് ശേഷമാണ്. മരിച്ചു കഴിഞ്ഞല്ലേ? അവിടെ ഇരുന്നോളൂ. അപ്പോൾ ചില ആളുകളെ മണ്ണിൽ മറവ് ചെയ്യും, ചില ആളുകളെ കത്തിച്ചിട്ട് വെള്ളത്തിൽ ഒഴിക്കും. ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുക അല്ലേ? ഇപ്പം ഇസ്ലാമിൽ ഖബർ ജീവിതമുണ്ട്, ഖബറുമുണ്ട്, ഖബർ ജീവിതമുണ്ട്. ഖബറുള്ള സ്ഥലത്തല്ല ഖബർ ജീവിതം. ഖബറുള്ളത് ശരീരം കൊണ്ടുപോയി വെച്ച സ്ഥലത്താണ്. ഖബർ ജീവിതമുള്ളത് ആത്മാവ് എവിടെയാണോ അവിടെയാണ്. കാരണം ഖബറില്ലാത്ത ആളുകളുണ്ട്, കത്തിച്ചു കളഞ്ഞ ആളുകളുണ്ട്. അവർക്ക് എവിടുന്ന ഖബറിലെ ശിക്ഷ കിട്ടുക? ഖബറിലുള്ളവർക്ക് മാത്രം പോരല്ലോ ഖബർ ശിക്ഷ. മണ്ണിനടിയിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചതൊരു ശരീരത്തെയാണ്. രക്ഷയും ശിക്ഷയും ഒക്കെ അനുഭവിക്കുന്നത് ആത്മാവാണ്. ഇവിടെ ജീവിക്കുമ്പോൾ ആത്മാവിനൊന്നും ഏൽക്കണില്ല, ഇവിടുന്ന് പോയാൽ ശരീരത്തിനൊന്നും ഏൽക്കണില്ല. ഒക്കെ ഒക്കെ ആത്മാവിനാണ് രക്ഷയും ശിക്ഷയും ഒക്കെ ഉള്ളത്. ആത്മാവ് എവിടെയാണോ അതാണ് അർവാഹുകളുടെ, ആത്മാവുകളുടെ ലോകം എന്ന് പറയുന്നത്. ആത്മാക്കളുടെ ലോകത്തേക്കാണ്, ആത്മാവിൻ്റെ ഉടമയിലേക്കാണ് ആത്മാവ് തിരിച്ചു പോണത്. ആ ഉടമയാണ് അതൊക്കെ തീരുമാനിക്കുകയും ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ളൊരു പേന എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണ പോലെ ആ ഉടമയുടെ കയ്യിലുള്ള ആത്മാവിനെ പിന്നെ ആ ഉടമ രക്ഷയുടെയും ശിക്ഷയുടെയും അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്ത ജീവിതവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ആത്മാവിന് രക്ഷ ലഭിക്കുന്നു, അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്നു. അപ്പോൾ ശരീരം എന്ന ഈ കൂട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതാണ് ആത്മാവിൻ്റെ രക്ഷാശിക്ഷകളുടെ ഒക്കെ കാരണം. വരാനിരിക്കുന്ന ലോകത്ത് ആത്മാവിന് വീണ്ടും ശരീരം കൊടുക്കുന്നു. ഇതാണ് ഖുർആനിൻ്റെ അതിലുള്ള തലം. അത് വളരെ യുക്തിബദ്ധരാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഉസ്താദ് പറഞ്ഞൊന്നുകൊണ്ടല്ല, എനിക്ക് ബോധ്യമുണ്ട്. ഈ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ കാണാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും ബാക്കിയുണ്ട്. സാറിൻ്റെ മതം ഏതാണ്?
ഏതാണെന്ന്. എൻ്റെ മത ഇരുന്നുള്ളൂ. മതം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ, ഇപ്പം ഈ ആളുകൾ ഭയങ്കര റിലീജിയസ് ആണിപ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആരാധനാലയങ്ങളാവട്ടെ, അടയാളങ്ങളാവട്ടെ, തീർത്ഥാടനങ്ങളാകട്ടെ, വളരെ റിലീജിയസ് ആണ്. പക്ഷെ കുറഞ്ഞു പോയത് എന്താണെന്നറിയോ? സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആത്മീയതയാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നന്മയാണ് കേട്ടോ. അത് ഒരാളുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയാണ്, ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന സ്നേഹവും സന്തോഷവും, മനുഷ്യരോടൊക്കെ ജാതിയും മതമൊന്നും നോക്കാതെ മനുഷ്യരോട് ഒരാളിങ്ങനെ പുലർത്തുന്ന നല്ല മനസ്സാണത്. അപ്പോൾ പണ്ടൊക്കെ വൈകുന്നേരം ആയാലേ നമ്മുടെ ഹിന്ദു സഹോദരന്മാരുടെ വീടുകളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്ന്. കേട്ടിട്ടില്ലേ? നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരുന്നു അത്. അത്താഴ പ്രശ്നിക്കാരുണ്ടോ? ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിരിക്കരുത്. അതാണ്. അപ്പം ഞാൻ നിസ്കരിക്കാൻ നോമ്പുകൾക്കൊക്കെ ചെയ്യുന്ന ആളാ. ഉംറക്കും ഹജ്ജിനൊക്കെ പോയിട്ടുണ്ട് ഈ വർഷം. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. എൻ്റെ അയൽപ്പക്കത്തൊരു രാജേട്ടനോ രാമേട്ടനോ ഒക്കെ ഉണ്ട്. അയാൾക്ക് പട്ടിണിയാണ്. എന്നോട് എൻ്റെ നബി പറയാണ്, നീയൊന്നും അല്ലടോ മുസ്ലിം എന്ന്. നീ മുസ്ലിം അല്ല എന്നല്ല, മുസ്ലിമൊക്കെ തന്നെ, അങ്ങനെ പുറത്തു പോകുന്നില്ല. പക്ഷെ നബി എന്താ പറഞ്ഞതെന്നറിയോ? നീയൊന്നും അല്ലടോ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മുസ്ലിം ചെയ്യേണ്ടതല്ലപ്പം നീ ചെയ്തത്. അയൽപ്പക്കത്തൊരാൾ പട്ടിണി കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയണമെങ്കിൽ അങ്ങോട്ട് പോകണം. അതിനെന്ത് വേണമെന്നറിയോ? ഒരാൾ റിലീജിയസ് ആയാൽ പോരാ, ഒരാൾ സ്പിരിച്വൽ ആവണം. സ്പിരിച്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നന്മ സൂക്ഷിക്കുക എന്നാണ്. ഒന്നുകൂടെ ചെറുതായിട്ട് അന്ന് വിശദീകരിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. അത്രയും നല്ല ചോദ്യമാണ് മോൻ ചോദിച്ചത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൽ ഇപ്പോൾ മുസ്ലിം സർവീസ് സൊസൈറ്റി ആണല്ലോ, MSS എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പറയാം കേട്ടോ. ഇപ്പം നിസ്കരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്, വിശദീകരിക്കേണ്ട കാര്യമല്ല. പക്ഷേ എങ്ങനെ നിസ്കരിക്കേണ്ടത് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. നിസ്കരിക്കണമെന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓക്കെ, ഒറ്റ ആയത്ത് പോലും ഇല്ല ഖുർആനിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് പറയാൻ. 6000-ഓളം ആയത്തുള്ള ഖുർആനാണ്. ഒറ്റ ആയത്തുണ്ടോ അല്ലോ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഒക്കെ ഹദീസിലാണ്. ഓക്കെ, എന്നാൽ അതേ ഖുർആനിൽ കണ്ണ് കാണാത്ത ഒരാൾ നബിയുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം വന്നത് നബിക്ക് വേണ്ടത്ര ഇഷ്ടപ്പെട്ടില്ല. നബിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ആ നെറ്റി ചുളിഞ്ഞതിൻ്റെ പേരിൽ ഖുർആനിൽ 10 ആയത്തുണ്ട്. നെറ്റി ചുളിഞ്ഞത് ശരിയായില്ല. നെറ്റി ചുളിഞ്ഞ കാര്യം ആര് കണ്ടിട്ടില്ല? ഈ വന്ന ആൾ കണ്ടിട്ടില്ല. അദ്ദേഹം കണ്ണ് കാണാത്ത ആളായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടാവില്ലേ? എന്നിട്ട് ഒരു സംഭവം ഇങ്ങനെ നിലനിർത്തിയത് എന്തിനാ? ഈ സംഭവം പറയുമ്പോഴൊക്കെ നമ്മൾ ആ സംഭവം പറയും. ഈ ആയത്ത് പറയുമ്പോഴൊക്കെ നമ്മൾ പറയും. 2019 നമ്മളത് പറയാ. എന്തുകൊണ്ടാ? മനുഷ്യൻ നെറ്റ് ചുളിയാൻ പോലും പാടില്ല മനുഷ്യൻ്റെ മുന്നിൽ. ഇത് ഒന്നാമത്തെ കാര്യം. അതിനുവേണ്ടിയാണ് 10 ആയത്ത് ഇറക്കിയത് കേട്ടോ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസ്കരിക്കുക എന്ന് പറയുന്നത് നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിലോ ഇരുന്നാൽ മതി. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലോ കിടന്ന് നിസ്കരിച്ചാൽ മതി. കിടന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലോ മനസ്സിൽ നിസ്കരിച്ചാൽ മതി. ഇങ്ങനെ കൈയൊന്നും വെക്കാൻ കഴിയില്ലെങ്കിൽ മനസ്സിൽ നിസ്കരിച്ചാൽ മതി. നിസ്കാരത്തിന് ഇളവുണ്ട്, റിഡക്ഷൻ ഉണ്ട്. നോമ്പിന് ഇളവുണ്ട്. യാത്രക്കാരനാ നപ്പ വേണ്ട, രോഗിയാ നപ്പ വേണ്ട, രോഗം മാറിയിട്ട് മതി, ഇങ്ങനെ പറയാ. നിസ്കാരത്തിന് ഇളവുണ്ട്, നോമ്പിന് ഇളവുണ്ട്. കള്ളം പറയാൻ ഇളവില്ല, ഒരാളെ പറ്റിക്കാൻ ഇളവില്ല, ഒരാളെ ചതിക്കാൻ ഇളവില്ല, ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ ഇളവില്ല. നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും ഇളവുണ്ട്. മരിക്കാൻ കിടക്കുന്ന ഒരാൾക്കും കിടന്നിടത്ത് കിടന്ന് നിസ്കരിച്ചാൽ മതി, ഇളവുണ്ട്. പക്ഷെ കള്ളം പറയാൻ പറ്റില്ല. മരിക്കാൻ കിടക്കുന്ന ഒരാൾക്കും ഒരാളെ കുറ്റം പറയാൻ പാടില്ല, ഇളവില്ല. ഇതിൻ്റെ പേരാണെന്ത്? സ്പിരിച്വാലിറ്റി. ആ സ്പിരിച്വാലിറ്റിയാണ് എൻ്റെ ഉള്ളിലുള്ളത്. അല്ലെങ്കിൽ അതാണ് ഉള്ളിലുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. റിലീജിയസ് ആവുക എന്നുള്ളത് പോലെ തന്നെ പ്രധാനമാണ് ഒരാൾ സ്പിരിച്വൽ ആവുക എന്ന് പറയുന്നത്. അത് നന്മകളാണ്. ഒരു കടലിൻ്റെ കരയിൽ നമ്മൾ ചെന്ന് നിന്നാലേ ഒച്ചപ്പാടുകൾ മുഴുവൻ ഉള്ളത് എവിടെയാണ്? കടലിൻ്റെ മുകളിലല്ലേ, അല്ലേ? ഉള്ളിലേക്ക് പോയാലോ ഒച്ചപ്പാടുണ്ടാവില്ല. ഒച്ചപ്പാടുണ്ടാവില്ല എന്ന് മാത്രമല്ല, അവിടെ മുത്തും പവിഴമൊക്കെ ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാലേ, പുറത്താണ് ഈ ബഹളങ്ങളൊക്കെ, ഉള്ളിലേക്ക് പോയാലേ അവിടെ ശാന്തതയാണ്. നിങ്ങളുടെ ഉള്ളിൽ സ്പിരിച്വാലിറ്റിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അമ്മമാരും ഉമ്മമാരായി തോന്നും. നിങ്ങൾക്ക് എല്ലാ ഉമ്മമാരും
അമ്മമാരുമായി തോന്നും. നിങ്ങൾക്ക് ശത്രുക്കളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാ മനുഷ്യനെയും മനസ്സിലാവും. ആ സ്പിരിച്വാലിറ്റിയിലേക്കാണ് നമ്മൾ മനുഷ്യരെ ക്ഷണിക്കേണ്ടത്. ചില്ലറ പൈസകൾക്കാണ് സൗണ്ട്, നോട്ടുകെട്ടുകൾക്ക് സൗണ്ട് ഇല്ലല്ലോ. ആ നോട്ടുകെട്ടുകളാവാൻ, വാല്യൂ ഉള്ള, വിലയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. മോൻ്റെ ചോദ്യത്തിന് നന്ദി പറയുന്നു. താങ്ക് യു.